നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. നയം വ്യക്തമാക്കണം. തോമസ് ചാണ്ടി MLA BJP ബാന്ധവം. CPM നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാർ. കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാമെന്ന് വാമൊഴി. ഇടനിലക്കാരൻ ഇടങ്കോലിട്ട് കൊയ്യാനാവാതെ കർഷകർ. ഉയരുന്ന കാർഷിക ചെലവുകൾ, താഴുന്ന സംഭരണ വില. നെല്ലിന്റെ സംഭരണ വില 2500 ഉയർത്തണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാധവൻ. വാർത്തകൾ വിശദമായി. തോമസ് ചാണ്ടി MLA BJP ചായ്വ്. CPM നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാർ. ഇടതുമുന്നണിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച തോമസ് ചാണ്ടി പ്രകടിപ്പിക്കുന്ന BJP ആഭിമുഖ്യം CPM കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണെന്നും K. ഗോപകുമാർ ചോദിച്ചു. നിയോജക മണ്ഡലത്തിലെങ്ങും പ്രത്യക്ഷപ്പെടാതെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച നടക്കുന്ന താലൂക്ക് സഭയിൽ അധ്യക്ഷനാകേണ്ട MLA പങ്കെടുത്തിട്ട് മാസങ്ങൾ പിന്നിടുന്നു. വോട്ട് ചെയ്ത് ജയിപ്പിച്ച കുട്ടനാടൻ ജനതയോട് അശേഷം പ്രതിബദ്ധതയില്ലാത്തതിനാലാണ് താലൂക്ക് സഭയിൽ MLA പങ്കെടുക്കാത്തതെന്നും ഗോപകുമാർ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ BJPക്ക് സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി NCP പിന്തുണ നൽകാൻ തീരുമാനിച്ച വിഷയത്തിൽ കേരളത്തിലെ NCP ഘടകം ശക്തമായി എതിർത്ത് നിൽക്കുമ്പോൾ കുട്ടനാട്ടിൽ നിന്ന് വിജയിച്ച ശ്രീ തോമസ് ചാണ്ടി മാത്രം BJPയെ പിന്തുണയ്ക്കാം എന്ന നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ CPM അർത്ഥഗർഭമായ മൌനം പാലിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് CPM പ്രതികരിക്കുകയും നയം വ്യക്തമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായും CPMന്റെ അണികൾ കൂട്ടത്തോടെ BJPയിലേക്ക് പോകുന്നതുകൊണ്ടാണോ CPM ഇപ്പോൾ മൌനം പാലിക്കുന്നത്, പ്രതികരിക്കാതിരിക്കുന്നത് എന്ന് ജനങ്ങളുടെ ഇടയിൽ സംശയമുണ്ട്. ശ്രീ തോമസ് ചാണ്ടി ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻചാണ്ടി ചുമതലയേറ്റതിന് ശേഷം കക്ഷിഭേദമില്ലാതെ എല്ലാ MLAമാർക്കും 5 കോടി രൂപ വീതം ഒരു വർഷം ആസ്തി വികസന ഫണ്ടായി നൽകാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തോമസ് ചാണ്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MLAമാർ ഈ സൌഭാഗ്യം അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അതുപോലെ കുട്ടനാട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ, കുട്ടനാട്ടിലെ തന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാതെ, താലൂക്ക് സഭയിൽ ഇതുവരെ പങ്കെടുക്കാതെ, എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കൂടുന്നതാണ് താലൂക്ക് സഭ. ആ താലൂക്ക് സഭയിൽ MLA ആണ് അധ്യക്ഷത വഹിക്കേണ്ടത്. അദ്ദേഹം പങ്കെടുക്കാതിരുന്നിട്ട് ഇപ്പോൾ മാസങ്ങളായിരിക്കുകയാണ്. ഇത് തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കുട്ടനാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനൊക്കെ CPMന്റെ നയം വ്യക്തമാക്കണം എന്നുകൂടി ആവശ്യപ്പെടുന്നു. ഇടനിലക്കാരൻ കൊയ്ത്തുയന്ത്രം ഇറക്കാൻ തയ്യാറാവുന്നില്ല. 139 ദിവസം പിന്നിട്ട പാടശേഖരം കൊയ്യാൻ യന്ത്രം കിട്ടാത്തതിനെ തുടർന്ന് നശിക്കുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് 12ാം വാർഡ് അമിച്ചക്കരി വളവകം പാടശേഖരത്തിലാണ് ഈ ദുർഗതി. കൊയ്ത്തന്ത്രം ഇറക്കാൻ ഇടനിലക്കാരൻ വിസമ്മതിക്കുന്നതാണ് വളവകം പാടശേഖരത്തിലെ കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ മണിക്കൂറിന് 2000 രൂപയാണ് കൊയ്ത്തന്ത്രങ്ങൾക്ക് വാടക നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ കൂടുതൽ വാടക ഇടനിലക്കാരൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന് കർഷകർ പറഞ്ഞു. അധിക വാടക നൽകാനാവില്ലെന്ന് കർഷകർ നിലപാടെടുത്തതോടെ ഇടനിലക്കാരൻ മെഷീനിറക്കാൻ കൂട്ടാക്കുന്നില്ലെന്നാണ് പരാതി. ഇതോടെ 139 ദിവസം പിന്നിട്ട പാടശേഖരത്തിലെ കൊയ്ത്ത് അനിശ്ചിതമായി നീളുകയാണ്. ഇടനിലക്കാരന്റെ ഈ നടപടിക്കെതിരെ കളക്ടർക്കും ജില്ലാ പഞ്ചായത്തിനും കൃഷിവകുപ്പ് മന്ത്രിക്കുമടക്കം പരാതി നൽകുമെന്ന് കർഷകർ പറയുന്നു. വർഷങ്ങളായി കൃഷി ചെയ്യാതിരുന്ന ഒരു പാടമായിരുന്നു ഇത്. എന്നാൽ ഗവൺമെന്റ് നിർബന്ധപ്രകാരം ഞങ്ങളിപ്പോൾ 5-10 വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 5 ഏക്കർ മാത്രമേ ഉള്ളൂ. 5 കൃഷിക്കാരാണ് അതിൻ്റെ അകത്തുള്ളത്. ഇതിന്റെ അടുത്ത് കിടക്കുന്ന 2 പാടം, ഒന്ന് അഞ്ചൂറ്റും പാടവും ഒന്ന് കൊക്കണം പാടമാണ്. ഈ പാടത്ത് മിഷൻ വരുമ്പം ഏതെങ്കിലും ഒരു മിഷൻ ഇങ്ങോട്ട് ഇറക്കി കൊയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം ഇതെല്ലാം വിരുദ്ധമായി ആ 2 പാടങ്ങളും കൊയ്യുകയും ഈ വെറും 5 ഏക്കർ മാത്രം ഉള്ള ഒരു പാടം കൊയ്യാതെ ഇട്ടിരിക്കുകയും കൂടാണ്. ഇതിന്റെ വിളവ് മൂർച്ഛിച്ചിട്ട് മുഴുവൻ നഷ്ടമാകാൻ ഉള്ള സർവ്വ സാധ്യതയായിട്ടുണ്ട്. അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കളക്ടറേറ്റ് ഇടപെട്ട് ഒരു മെഷീൻ എത്രയും തന്ന്
ഈ പാവപ്പെട്ട 5 ഏക്കറുള്ള 5 കൃഷിക്കാരുടെ ഈ സങ്കടം കേൾക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. വാർഡ് മെമ്പറും ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ജെസി ജോജി മെഷീൻ ഇറക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും എങ്ങനെയെന്ന ചോദ്യം അവശേഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ മെഷീൻ ഇറങ്ങി കൊയ്താണ്, ഈ വർഷം അവിടെ മെഷീൻ ഇറങ്ങുന്നില്ല. അപ്പൊ അവിടെയും കൂടെ കൊയ്തെടുക്കണം. ഏതായാലും കൃഷി ഇറക്കി അതൊരു മാനുഷിക പരിഗണനയെങ്കിലും കൊടുക്കണമല്ലോ. കൊയ്യാൻ അവര് പറയുന്നത് അവിടെ വെള്ളം മെഷീൻ താഴുന്നു, വണ്ടി താണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൃഷിക്കാർക്കുണ്ട്. അവർ എത്ര ചെലവ് വന്നാലും അവർ പൊക്കിക്കൊടുത്തു വിടും. അതിന് പൂർണ്ണ ചെലവ് അവർ തന്നെ വഹിച്ചോളും. അപ്പൊ ആ ഒരു അഗ്രിമെന്റ് അവർക്കുണ്ട്. പക്ഷെ അവർ മെഷീൻ ഇറങ്ങാനായിട്ട് തയ്യാറാകുന്നില്ല. വർഷങ്ങളോളം തരിച്ചു കിടന്ന പാടശേഖരം ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്താണ് കൃഷി ഇറക്കിയത്. എന്നാൽ വിളവെടുക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ് ഇവിടുത്തെ കർഷകർ. രാസവള കീടനാശിനികളുടെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ നെല്ലിന്റെ സംഭരണ വില 2500 വർദ്ധിപ്പിക്കണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ. 40,000-ഓളം രൂപ മുടക്കി ഒരേക്കറിൽ കൃഷി ഇറക്കുന്ന കർഷകന് 20,000 രൂപ മാത്രം ലഭിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുട്ടനാട് പാക്കേജിന്റെ കാലാവധി തീർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ 3 വർഷം കൂടി അനുവദിക്കണം. കുട്ടനാട് പാക്കേജിന്റെ ശില്പി ഡോക്ടർ MS സ്വാമിനാഥൻ നിശ്ചയിച്ച പ്രദേശങ്ങളിൽ നിന്ന് മാറിയാണ് പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും മാത്തച്ചൻ പറഞ്ഞു. രാസവളത്തിന്റെയും കീടനാശിനിയുടെയും തൊഴിൽക്കൂലിയും ഉൽപാദന ചിലവിന്റെ അടിസ്ഥാനത്തിൽ നെല്ലിന് സംഭരണ വില 2500 രൂപയാക്കി നിശ്ചയിക്കുവാൻ നടപടി സ്വീകരിക്കണം. ഈ രണ്ടാം കൃഷിയുടെ വിളവെടുപ്പിൽ കുട്ടനാട്ടിൽ ഏറ്റവും മികച്ച വിളവ് 1 ഏക്കറിൽ നിന്നും 10 കിൻഡൽ 15 കിൻഡൽ വരെയാണ് കിട്ടിയിരിക്കുന്നത്. 40,000 രൂപ മുടക്കുന്ന സ്ഥാനത്തു നേർപകുതിയാണ് കർഷകർക്ക് ഇതിൽ നിന്നും ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നില തുടർന്നാൽ കുട്ടനാടൻ കാർഷിക മേഖലയിൽ നിന്നും കർഷകർ വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കുട്ടനാട്ടിൽ കർഷകരുടെ മേൽ ജപ്തി നടപടികളുമായി ചില ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ അയച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിനെതിരെ കിസാൻ ജന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ശക്തമായ കർഷക പ്രക്ഷോഭം സംഘടിപ്പിക്കും. അതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം 24-ാം തീയതി 4 മണിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പ്രധാനപ്പെട്ട കർഷക പ്രവർത്തകരുടെ കൺവെൻഷൻ വിളിച്ചു കൂട്ടുവാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്തു. കർഷകരുടെ മേൽ ജപ്തി നടപടി നിർത്തിവെക്കുക, നെല്ലിന് സംഭരണ വില 2500 ആക്കി നിശ്ചയിക്കുക, കുട്ടനാട് പാക്കേജിന്റെ കാലാവധി 3 വർഷം കൂടെ നീട്ടിയെടുക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് പരിഹരിച്ചു കിട്ടുന്നില്ലെങ്കിൽ കിസാൻ ജന സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ കർഷക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കഞ്ചാവ് വിൽപ്പന സജീവം. AC കനാലിൽ ചൂണ്ടയിടാനെന്ന വ്യാജേന എത്തുന്നവരാണ് ഇതിനു പിന്നിൽ. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് വക്കുകൾ കഞ്ചാവ് വിൽപ്പനക്കാരുടെ കേന്ദ്രമായി മാറുന്നു. AC കനാലിൽ മത്സ്യബന്ധനം നടത്തുവാൻ ചൂണ്ടയുമായി എത്തുകയാണ് ഇവരുടെ പതിവ്. പുറമേ നിന്ന് ഒരാൾ നോക്കിയാൽ ഇവരിൽ യാതൊരു സംശയം തോന്നില്ല എന്നതാണ് സത്യം. മണിക്കൂറുകളോളം ചൂണ്ടയുമായി നിൽക്കുന്നവർ മീനൊന്നും പിടിക്കുന്നില്ല എന്നത് മാത്രമല്ല, ഇവരുടെ കൈവശമുള്ള ചരക്ക് കൈമാറിയാൽ ചൂണ്ടയിടുന്നവർ അപ്രത്യക്ഷമാവുകയാണ് പതിവ്. ഇരുചക്ര വാഹനങ്ങളിലായി എത്തുന്ന ഇവർ AC റോഡിൽ പൂവം മുതൽ ഒന്നാങ്കര വരെയുള്ള കനാൽ കരയിലെ പല ഭാഗങ്ങളിലും തമ്പടിക്കുന്നത് പതിവാണ്. അധികൃതരുടെ മൗനാനുവാദത്തോടെയാണ് കഞ്ചാവ് പരസ്യമായി കച്ചവടം നടത്തുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നതെന്ന് പല കോണുകളിൽ നിന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മയക്കുമരുന്നും മദ്യവും അതുപോലെ തന്നെ ഈ ലഹരി വസ്തുക്കളെല്ലാം തന്നെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വളരെ ഒരു ദുരന്തം നിറഞ്ഞ സാഹചര്യം നിലകൊള്ളുകയാണ്. പ്രത്യേകിച്ചും AC റോഡിൻ്റെ സൈഡിലുള്ള ബാറുകൾ, ഈ ബിവറേജ് ഔട്ട്ലെറ്റുകൾ അത് അടച്ചുപൂട്ടുന്നതിനെല്ലാം നടപടി സ്വീകരിക്കുന്നില്ല. ഇതിനൊക്കെ അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കുവാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചുമതലപ്പെട്ട കമ്മിറ്റി പോലും വേണ്ട അളവിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കഞ്ചാവ് നമ്മുടെ AC കനാലിന് സമീപം ഇന്ന് വ്യാപകമായ രീതിയിൽ ഒരു കഞ്ചാവ് വിൽപ്പന വളരെ ബോധപൂർവം ഒരു മാഫിയ പ്രവർത്തനം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അധികൃതർ, പ്രത്യേകിച്ച് എക്സൈസിൻ്റെ ഓഫീസുകൾ ഇരിക്കുന്നത് നമ്മുടെ AC റോഡിൻ്റെ സൈഡിലാണ്. പക്ഷേ അവർ പോലും ക്രിയാത്മകമായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അവരുടെയൊക്കെ ഒത്താശയോട് കൂടിയാണ് നടക്കുന്ന പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ തലങ്ങും വിലങ്ങും നടന്ന് ഊതിക്കുന്ന പോലീസിനോ എല്ലാം തങ്ങളുടെ കയ്യിൽ സുരക്ഷിതമെന്ന് പറയുന്ന എക്സൈസിനോ ഇത്തരക്കാർക്കെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സാധിച്ചിട്ടില്ല.
ആലപ്പുഴ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ തങ്ങളുടെ ഏജന്റുമാരെ സൃഷ്ടിക്കുക എന്നതാണ് കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങളുടെ ലക്ഷ്യം. ഇതിൽ ഒരു പരിധിവരെ ഇത്തരം സംഘം വിജയിച്ചുവെന്ന് വേണം കരുതാൻ. ജില്ലയിലെ പല പ്രദേശങ്ങളിലും കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ വീടുകളിൽ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന രീതിയും ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആലപ്പുഴ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന മോഷണങ്ങൾക്കും അക്രമങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് മയക്കുമരുന്ന് സംഘങ്ങൾ തന്നെയാണ്. മോഷണ കേസുകളിൽ പിടിക്കപ്പെടുന്നവരാവട്ടെ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികളും. ബാറുകളുടെയും വിദേശ മദ്യ ഷാപ്പുകളുടെയും എണ്ണം കുറയ്ക്കുന്ന സാഹചര്യത്തിൽ മദ്യപന്മാർ മയക്കുമരുന്നുകളിൽ അഭയം തേടുമെന്നും കേരളത്തിലെ ഓരോ പ്രദേശത്തും കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങൾ പിടിമുറുക്കുമെന്നും നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്തായാലും കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ വീര്യം നൽകുന്ന ഉൽപ്പന്നങ്ങളുമായി ചിലർ നമ്മുടെ നാട്ടുംപുറങ്ങളിൽ പോലും എത്തി നിൽക്കുകയാണ്. സാനു കെ സജീവ്, KCV ന്യൂസ്. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നവംബർ 1-2 തീയതികളിലായി നടക്കും. കായിക മത്സരങ്ങൾ കുപ്പപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലും കലാമത്സരങ്ങൾ പഞ്ചായത്ത് CDS ഹാളിലും നടക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ ഈ മാസം 30-ന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സുധിമോൻ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം നേതൃത്വത്തിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. പുന്നമടയിൽ നടന്ന പരിപാടി CPIM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇതിനുവേണ്ടിയാണ് ഈ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത്. അതിന് അടിസ്ഥാനമായിട്ടുള്ള പ്രത്യയശാസ്ത്രം, അതിനടിസ്ഥാനമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ, നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തെ വിലയിരുത്തുന്ന അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിക്കാനിടയായി. പിന്നീട് ഇങ്ങോട്ട് 50 വർഷക്കാലത്തെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെ ഈ രാജ്യത്തെ പുറത്തിറക്കാനും നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ, ഭരണകൂടങ്ങൾ, അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ കേരളത്തോടുള്ള അവഗണനയുണ്ട്. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KV സുരേന്ദ്രൻ അധ്യക്ഷനായി. ചെയർമാൻ സ്കറിയ തോമസ്,
സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്, PO എബ്രഹാം, ഐസക് പ്ലാപ്പള്ളി, മനു, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ്, ഷാജി കടമല തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഉപരിസമിതി അംഗങ്ങളും നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്തു. KCV ന്യൂസ്, ആലപ്പുഴ. ഒന്നൊന്നായി എണ്ണിത്തീർക്കുന്ന എല്ലാ നാമരൂപങ്ങളും ഇല്ലാതായാലും ഈ നാമരൂപങ്ങൾക്കെല്ലാം കാരണമായ ദൃക്കിന്, ബോധനത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെന്ന് SNDP യൂണിയൻ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ആശാ പ്രദീപ്. എല്ലാറ്റിനെയും പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടെ അറിഞ്ഞനുഭവിക്കുന്ന നാം അതിന് കാരണമായ ബോധസത്യത്തെ അറിയാൻ ശ്രമിക്കുന്നില്ലെന്നും ആശാ പ്രദീപ് പറഞ്ഞു. കുന്നുമ്മ SNDP ശാഖായോഗം വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവിളങ്ങാട്ട് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ദൈവദശക രചനാ ശതാബ്ദി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ എണ്ണി തീർത്തു കഴിഞ്ഞാൽ അതിന്റെ അവസാനം ഇവിടെ അവസാനം ഒന്നു മാത്രമായി ശേഷിക്കും. അതാരാണ്? ഈശ്വരൻ. അങ്ങനെയുള്ള നിന്നിടും, അങ്ങനെയുള്ള നിന്നിടും ദൃക്ക്. ഇതിന്റെ എല്ലാം കണ്ണായി, കാഴ്ചക്കാരനായി എന്ന പോലെ ഒരു വസ്തു തെളിയും. എല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ ഒരെണ്ണം മാത്രമായിട്ട് ശേഷിക്കും. അതാരാ? ഈശ്വരൻ. അതാ പറയാ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക്. ഇവിടെ ദൃക്ക് എന്ന് പറയുന്ന ആരെയാ? ഈശ്വരൻ. അവസാനം പിന്നെ ആരേ ഉള്ളൂ? നമ്മളും ഒക്കെ തീർന്നു പോകും. വനിതാ സംഘം കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് ഉഷ നിർമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബിന്ദു സന്തോഷ് അധ്യക്ഷയായി. ജയ അജയകുമാർ, PV ചന്ദ്രഭാനു, MN മോഹൻ, കണ്ണൻ കൂത്താടിശ്ശേരി, അജിത രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബിൽഡേഴ്സ് ഡേ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ നടന്ന പരിപാടി മുതിർന്ന കരാറുകാരനും അസോസിയേഷൻ കമാൻഡന്റുമായ PP മത്തായി ഉദ്ഘാടനം ചെയ്തു. ബിൽഡ് ഫോർ ടുമോറോ വിത്ത് എ മൈൻഡ് ഫോർ ഡേ ആഫ്റ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൽ നിന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ ക്വാളിറ്റിയുടെ കാര്യമാണ്. ഈ ഗുണനിലവാരത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്താൽ ആരുടെയും മുന്നിൽ നമുക്ക് തലതാഴ്ത്തി പോകാൻ സാധ്യമാകും. അസോസിയേഷൻ ആലപ്പുഴ സെന്റർ ചെയർമാൻ ജേക്കബ് ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ B ചന്ദ്രമോഹൻ, ലിൻസൺ പൌലോസ്, ബിജു P മാത്യു, ജേക്കബ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ചതുർത്ഥ്യാഗിരി ഹൈന്ദവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദീപാവലി മഹോത്സവം സംഘടിപ്പിച്ചു. ചതുർത്ഥ്യാഗിരി നെല്ലുൽപാദക സമിതി ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ക്ഷേത്ര ആശ്രമ സംസ്ഥാന പ്രമുഖ് R ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. പരീക്ഷയ്ക്കുള്ള തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം രാവിലെ വെളുപ്പിന് എഴുതിട്ട് തയ്യാറാണ്. രാത്രി എഴുതാനുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ എഴുതാവും. മനസ്സിലായി? പകർത്തെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോസിഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ രാത്രി ചെയ്യുക. ദീപാവലി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കുടുംബ സംഗമത്തിൽ ചികിത്സ ധനസഹായ വിതരണം R ബാബു നിർവഹിച്ചു. ചടങ്ങിൽ K ജയകുമാർ അധ്യക്ഷനായി. സജികുമാർ, പ്രഭാകര കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിന്റെ ADS വാർഷികം നടന്നു. സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രത്നമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒന്നും തന്നെ പഠിച്ചില്ലെങ്കിലും 10 ഇംഗ്ലീഷ് വാക്കുകൾ സംസാരിക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് വെച്ച് എത്ര സാമ്പത്തികം ഇല്ലാത്തവർ പോലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് കുട്ടികളെ വിടുകയാണ്. അങ്ങനെ കുട്ടികളെ വിടുന്നതിന്റെ ഭാഗമായി അവരുടെയൊക്കെ കുറെ ആളുകൾ ഇപ്പോൾ വളർന്ന് അവർക്ക് ഈ സമൂഹത്തെ സംബന്ധിച്ച് യാതൊരു ധാരണയില്ലാതായിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളിടത്താണ് നിരവധി സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നതിന് പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഇവരുടെ പിൻകൈകൾ ഉണ്ടായിരിക്കും. അങ്ങനെ സ്ത്രീയെ വീണ്ടും ഒരു വിൽപ്പന ചരക്കാക്കി പെൺകുട്ടികളെ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ കുടുംബശ്രീ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം പഠിച്ച ആ സാമ്പത്തിക ക്രമം കുടുംബശ്രീ ആയ ശേഷം രൂപീകരിച്ച ഓരോ ഗ്രൂപ്പിലുമുള്ള ആളുകളുടെ വരുമാനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. ADS പ്രസിഡന്റ് മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CDS ചാർജ് ഓഫീസർമാരായ വിനോദ് കുമാർ, ഡോക്ടർ കുരുവിള കുര്യൻ എന്നിവർ പ്രഭാഷണം നടത്തി. KP അനിയപ്പൻ, റോബർട്ട് ജോൺസൺ, MK ചാക്കോ, ജയശ്രീ MC എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കോളർഷിപ്പ് വിതരണവും അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. രണ്ടു മനസ്സാണു പുന്നാരമോളെ എന്റെ നാട്ടിലിയേ ആശയ്ക്കൊരാശയ്ക്കാൻ പെണ്ണെ കാണണമെന്നുണ്ട്. രണ്ടു മനസ്സാണു പുന്നാരമോളെ എന്റെ നാട്ടിലിയേ.
ആലപ്പുഴയിലെ നോക്കുകൂലി വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ആലപ്പുഴയിലെ തൊഴിലാളികൾ ജോലി സമയത്തിന്റെ 50% തർക്കങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും നഷ്ടപ്പെടുത്തുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. നിർമ്മാണ മേഖലയിലെ നൂതന സാമഗ്രികളുടെ ഉപയോഗം ആലപ്പുഴയിൽ സാധ്യമാകുന്നില്ല. യന്ത്രവൽക്കരണത്തിന്റെ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണിവിടെ. ആലപ്പുഴ ജില്ലയിൽ ജോലിയില്ലാത്ത യുവാക്കൾക്ക് ജോലി നൽകുവാൻ അസോസിയേഷൻ തയ്യാറാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ആലപ്പുഴയിൽ തന്നെ തൊഴിൽ വേണമെന്ന് പറയരുത്. കേരളത്തിൽ എവിടെയെങ്കിലും തൊഴിൽ വേണമെങ്കിൽ കൊടുക്കുവാൻ തയ്യാറാണ് എന്നുള്ള വിവരം ഈ സമയത്ത് പറയുകയാണ്. ഏറ്റവും കൂടുതൽ നിർദ്ദേശം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരണം. കാര്യം ഈ മേഖലയായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകരായ നിങ്ങളാണ്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ബി ചന്ദ്രമോഹൻ, പി മത്തായി, അലക്സ് പെരുമാലി, പ്രിൻസ് ജോസ്, ജേക്കബ് ജോൺ എന്നിവർ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. പുളിങ്കുന്ന് വടിയത്രച്ചിറ ചേച്ചമ്മ തോമസ് നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 പുളിങ്കുന്ന് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നയം വ്യക്തമാക്കണം. തോമസ് ചാണ്ടി MLA BJP ബാന്ധവം. CPM നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപകുമാർ. കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാമെന്ന് വാമൊഴി. ഇടനിലക്കാരൻ ഇടങ്കോലിട്ട് കൊയ്യാനാവാതെ കർഷകർ. ഉയരുന്ന കാർഷിക ചെലവുകൾ, താഴുന്ന സംഭരണ വില. നെല്ലിന്റെ സംഭരണ വില 2500 ഉയർത്തണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാതച്ചൻ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.